അസ്സലാമു അലൈക്കും. ഇന്നെന്തായാലും ഇനി അടുക്കളയിലും മറ്റും കയറാൻ വയ്യ. ഇന്നലെ വരെ ആയിരുന്നു റസിയ ഇത് പറഞ്ഞിരുന്നെങ്കിൽ അടിച്ച് അവളെ പല്ല് ഞാൻ കുഴിക്കായിരുന്നു. പക്ഷേ ഇനി അതിന് വയ്യ. ഇതുവരെ തൻ്റെ കാൽച്ചുവട്ടിലായിരുന്നു അവളെങ്കിൽ ഇന്ന് അവളുടെ കാൽച്ചുവട്ടിലാണ് ഞാൻ. പുറത്തേക്ക് പോകണം. ചാച്ചുവിൻ്റെ ഓപ്പറേഷൻ വേഗത്തിൽ നടത്താനുള്ള മാർഗങ്ങൾ ചെയ്യണം. ഇല്ലെങ്കിൽ അവനെന്തെങ്കിലും സംഭവിച്ചാൽ കുറച്ച് പേർക്ക് മാത്രം അറിയാവുന്ന സത്യങ്ങൾ എല്ലാവരും അറിയും. അവിടെ ഇപ്പോൾ നിയാസിന് എല്ലാം അറിയാമെങ്കിലും അവൻ്റെ സ്വഭാവം വെച്ച് മറ്റുള്ളവരെ കുറ്റങ്ങൾ നാട്ടുകാരെ അറിയിക്കുന്ന സ്വഭാവമല്ല എന്ന് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് നാട്ടുകാർ അവൻ്റെ വായിൽ നിന്നും അറിയുമെന്ന് പേടി വേണ്ട. പക്ഷെ ഷാക്കിർ അറിയും, പിന്നെ സെജിനയും. സെജിനെ അറിഞ്ഞാൽ തൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും അറിയുമോ? ആ ഒരു പേടി അവനെ അലട്ടി. അവൻ വണ്ടിയുമെടുത്ത് പുറത്തേക്ക് പോയി. ഒരു ഗ്ലാസ് ചായ കുടിക്കണം, പിന്നെ രാവിലെ എന്തെങ്കിലും കഴിക്കുകയും വേണം. ഉപ്പക്കും ഉമ്മയ്ക്കും രാവിലെയും ഉച്ചക്കുമുള്ളതും കൊണ്ടുവന്ന് കൊടുക്കണം. എന്നും ഈ പുറത്തു നിന്നുള്ള വാങ്ങിക്കലൊന്നും നടക്കില്ല. അതിരാവിലെ എഴുന്നേൽക്കാൻ ശീലിക്കണം. വീട്ടുജോലികൾ എല്ലാം പഠിച്ചെടുക്കണം എന്നോർത്ത് ആബിദ് നെടുവീർപ്പിട്ടു. ചാച്ചുവിൻ്റെ ഓപ്പറേഷൻ മുന്നേയും അതിനുശേഷവുമുള്ള ഒരു മാസം എന്ത് ചെയ്യും? ഉമ്മയെയും ഉപ്പയെയും തനിച്ചാക്കി പോകാനും പറ്റില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഏട്ടന്മാരും ഭാര്യമാരും തിരിഞ്ഞു നോക്കാൻ വരില്ല. വീടും സ്ഥലമൊക്കെ വിൽക്കുമ്പോൾ അവരോടൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. ഇനി പെങ്ങന്മാരെ വിളിച്ചു നോക്കണം. ആരെങ്കിലും ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും അവസ്ഥ കണ്ട് വന്നു നിന്നെങ്കിലായി. എല്ലാം പോകുന്നതിന് മുമ്പേ ഉറപ്പ് വരുത്തണം. ഇനി ഇവിടെ വന്നു നിന്നില്ലെങ്കിലും വേണ്ടിയില്ല, അവരാരെങ്കിലും 2 മാസത്തിന് അവിടേക്കെങ്കിലും കൊണ്ടുപോയാൽ മതിയായിരുന്നു. ഓരോന്നോർത്തുകൊണ്ട് അവൻ നല്ലൊരു ഹോട്ടൽ കണ്ടതും വണ്ടി നിർത്തി അവിടെ നിന്നും ചായ കുടിക്കാനിറങ്ങി. ഷാക്കി, എടോ, ഞാനിത് പറഞ്ഞിട്ടും തൻ്റെ മുഖത്ത് ഞാൻ വിചാരിച്ചത്ര നെട്ടലൊന്നും കാണുന്നില്ലല്ലോ. നിയാസ് ഇവളെന്താ നെട്ടാതെ എന്ന രീതിയിൽ ചോദിച്ചു. ചാച്ചി അവരുടെ മകനല്ലെന്ന് ഉറപ്പൊന്നുമില്ലെങ്കിലും നമ്മുടെ വിവാഹം കഴിഞ്ഞ് മോള് ജനിച്ചിട്ടും അയാൾക്ക് വേറൊരു കുഞ്ഞുണ്ടായില്ല എന്നറിഞ്ഞപ്പോൾ ഒരു ചെറിയ സംശയം ഉണ്ടായിരുന്നു. റസിയെ വിവാഹം കഴിച്ചതിന് ശേഷമേ അവൾക്ക് പീരീഡ്സ് ആയിട്ടില്ല എന്നറിയാവുന്നത് കൊണ്ടും എനിക്ക് ട്രീറ്റ്മെൻ്റ് ഒന്നും കൂടാതെ പ്രഗ്നൻ്റ് ആയതും അവരെ വീട്ടിലെ നിയമം അനുസരിച്ച് 2ാമത്തെ കുഞ്ഞ് ജനിക്കേണ്ട സമയം കഴിഞ്ഞതും എല്ലാം ഓർത്തപ്പോൾ എനിക്ക് സംശയം ഏറിയിരുന്നു. ഇപ്പോൾ ഇക്ക പറഞ്ഞതോടെ അത് ഉറപ്പിച്ചു. അതുകൊണ്ടാണ് ഞാൻ നെട്ടൊന്നും ചെയ്യാത്തത്. അത് പറയുമ്പോൾ ഷാക്കിറയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. എന്തെങ്കിലും ആകട്ടെ ഇക്ക, എനിക്ക് അവരെ ആരുടെയും കാര്യം അറിയണമെന്നൊന്നുമില്ല. പക്ഷേ അവരെ ആയുഷ്യം ഇത് അറിഞ്ഞപ്പോൾ ബോധം കെട്ടുപോവോ? അവരെ തറവാട്ട് മഹിമയ്ക്ക് ഇങ്ങനെയൊരു മകന് അവർക്കുണ്ടെന്ന് പറയുന്നതേ അവർക്ക് മോശമായിരിക്കും. എന്നാലും സ്നേഹിച്ച് വിവാഹം കഴിച്ച റസിയ എന്തിനായിരിക്കും അയാളെ ചതിച്ചിട്ടുണ്ടാവുക? അങ്ങനെ ചോദിക്കുന്നതോടൊപ്പം നിയാസിൻ്റെ നെഞ്ചിലേക്ക് അവൾ ചാരിയിരുന്നു. സംഭവം അറിഞ്ഞപ്പോൾ ഞാൻ ഇതേ കാര്യം ചിന്തിച്ചതായിരുന്നു മോളെ. ഇനി നമുക്ക് അതേക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട. അങ്ങനെ ഒരു കാര്യം കേട്ടതും അറിഞ്ഞതും നമുക്ക് മറക്കാം. നമുക്കിവനെ ടെൻഷനൊന്നുമില്ലാതെ വരവേൽക്കാൻ ഒരുങ്ങാം. 6 മാസമായ അവളുടെ വയറ്റിൽ കൈ ചേർത്ത് അവളുടെ ചെവിയിൽ അവൻ പറഞ്ഞു. വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞ് പതിവ് പോലെ മോളെ കൊണ്ടുവന്നു. അവൾക്ക് കഴിക്കാൻ രാവിലെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്ന കേക്കിൻ്റെ ഒരു പീസ് കൊടുത്തുകൊണ്ട് അവളുടെ അടുത്ത് ചമ്രം പടിഞ്ഞിരിക്കുമ്പോഴാണ് അന്നമ്മച്ചേട്ടത്തിക്ക് ആബിദിൻ്റെ വീട്ടിൽ നിന്ന് പോയാലോ എന്നൊരു ചിന്ത വന്നത്. ആ കുഞ്ഞിന് വയ്യെന്നും അവിടുത്തെ ഉമ്മയെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയതും കൊടുന്നതും എല്ലാം അറിഞ്ഞതായിരുന്നു. എങ്കിലും അടുത്തായിരുന്നിട്ട് പോലും ഒന്നും പോകാൻ കഴിഞ്ഞിട്ടില്ല. നിയാസിൻ്റെയും ഫാമിലിയുടെയും പോലെയല്ല പുതിയ അയൽവാസികളെന്ന് ചേട്ടത്തിക്ക് ഇതിനകം തന്നെ മനസ്സിലായതാണ്. ഇത്തിരി വിശ്വാസവും അന്ധവിശ്വാസവും കൂടുതലുള്ളവരാണ്. മനസ്സിലായപ്പോൾ അന്തിമയങ്ങുന്ന നേരത്തെ ആ വീട്ടിലേക്ക് കയറി ചെല്ലാൻ മടിയായിരുന്നു. അതുകൊണ്ടാണ് പോകാതിരുന്നത്. ഇന്ന് കുറച്ച് നേരത്തെ വന്നതുകൊണ്ട് ഇപ്പോൾ തന്നെ അവിടെ പോയി അവരെ കാണാമെന്ന് കരുതി മോളെയും കൊണ്ട് അവർ അവിടേക്ക് നടന്നു. മോളെ കൊണ്ടുപോകുമ്പോൾ അവർക്ക് ഷാക്കിറയുമായി ആ കുടുംബത്തിനുണ്ടായിരുന്ന ബന്ധമൊന്നും അവർക്ക് അറിയില്ലായിരുന്നു. അവിടെ എത്തി മോളുടെ കൈയും പിടിച്ച് കോളിംഗ് ബെല്ലടിച്ച് കാത്തു നിന്നു. റസിയ വന്ന് ഡോർ തുറന്നപ്പോൾ ചേട്ടത്തിയുടെ കൂടെയുള്ളത് ഷാക്കിറയുടെ കുഞ്ഞാണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കി. വരൂ. ഒരു ചിരിയോടെ അവരെ അകത്തേക്ക് കൂട്ടുമ്പോൾ റസിയ മോളുടെ കയ്യിൽ പിടിച്ചിരുന്നു. നിനക്ക് കളിക്കാൻ ഇവിടെ ഒരു ഇക്കാക്കുണ്ടല്ലോ. അവൾ മോളെ കൊഞ്ചിച്ചുകൊണ്ട് ചാച്ചുവിൻ്റെ അടുത്തിരുത്തി. അവർ 2 പേരെയും ഒന്ന് നോക്കി. 2 പേരുടെയും ഉമ്മമാർ താനായാലും ഷാക്കിറായാലും ഒരാളിൽ നിന്ന് ജീവിതം കൈവിട്ടു പോയവരാണ്. എന്നാൽ ആ 2 പേരുടെയും മക്കൾ ഒരുമിച്ച് നിൽക്കുകയും കാണുകയും സംസാരിക്കുകയും എല്ലാം ചെയ്തിരിക്കുന്നു. കാലത്തിൻ്റെ ഒരു കളിയെ എന്ന് ആലോചിച്ച് മോൾക്ക് കഴിക്കാൻ നുറുക്കും ചിപ്സും ഒരേ ചെറിയ പാത്രത്തിൽ എടുത്ത് ഉമ്മറത്തേക്ക് വന്നു.
അശുമ തൻ്റെ ചെയറിലിരുന്ന് കൊണ്ട് ആ പ്ലേറ്റിലേക്ക് നോക്കി. അടുത്തൊന്നും വായ്ക്ക് രുചിയുള്ളത് കിട്ടിയിട്ടില്ല. തനിക്കൊന്നും ഉണ്ടാക്കി തരാൻ അവൾക്കിപ്പോൾ മനസ്സുമില്ല. അശുമ നോക്കുന്നത് കണ്ടിട്ടാകണം റസിയ കുഞ്ഞുങ്ങളെ അവരുടെ മുന്നിൽ നിന്ന് തിരിച്ചിരുത്തി. ഇപ്പോൾ കുട്ടികളുടെ പൂർവ്വഭാഗം കാണാം. ചേട്ടത്തി ചോദിക്കുന്നതിന് താല്പര്യമില്ലാതെ മുക്കിയും മൂളിയും മറുപടി പറയുന്നുണ്ട്. എന്നാലേ ഞങ്ങൾ ഇറങ്ങട്ടെട്ടോ. മോളെ ഷാക്കിരയുടെ അടുത്താക്കി കൊടുക്കണം. എൻ്റെ കൂടെ ഇവിടേക്ക് വന്നത് അവരാരും അറിഞ്ഞു കാണില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ആയിഷുമ്മക്കത് ഷാക്കിരയുടെ കുട്ടിയാണെന്ന് മനസ്സിലായത്. അവർ ആ കുട്ടിയെ തുറച്ചു നോക്കി. ഉരുണ്ടു വെളുത്ത് ആരും നോക്കിപ്പോകുന്ന കണ്ടാലെടുത്ത് ഉമ്മ വെക്കുന്ന പോലൊരു കുഞ്ഞ്. അത് ഷാക്കിറയുടേതാണെന്ന് വിശ്വസിക്കാൻ ഐഷുമ്മയുടെ മനസ്സ് ഇപ്പോഴും തയ്യാറാകുന്നില്ല. അവർ ആ കുഞ്ഞിനെയും പുച്ഛത്തെ നോക്കി ചാച്ചുവിനെ പിടിച്ച് തൻ്റെ മടിയിലിരുത്തി. തൻ്റെ മോൻ്റെ കുഞ്ഞാണെന്നുള്ള ധാർഷ്ട്യത്തോടെ. അപ്പോൾ ആയിഷുമ്മ ഷാക്കിറയോട് പോരടിക്കുന്ന വെറും അമ്മായിയമ്മയുടെ മനസ്സായിരുന്നു. അതിന് എട്ടും പിട്ടും തിരിയാത്ത കുഞ്ഞാണെന്നുള്ള ചിന്ത പോലും അതിനപ്പോൾ ഇല്ലാതെയായി. ഐഷുമ്മയുടെ കാട്ടിൽ കൂട്ട് കണ്ട് റസിയയ്ക്ക് ചിരി വന്നു. ചാച്ചുവിനെ ഓമനിപ്പിക്കുന്നത് കണ്ട് ശരിക്കും അവരോട് തനിക്ക് എന്ത് ഫീലിംഗ് ആണ് തോന്നുന്നത് എന്ന് അവൾക്ക് തന്നെ അറിയില്ല. അവരുടെ ഗേറ്റ് കടന്ന് ചേട്ടത്തിയും മോളും പോകുന്ന നേരമാണ് ആബിദ് ബൈക്കിൽ അവിടെ എത്തിയത്. അവൻ തൻ്റെ വണ്ടി അവർക്ക് മുന്നിൽ നിർത്തി. ചേട്ടത്തിയെ കാണാനോ സംസാരിക്കാനോ ആയിരുന്നില്ല. ആ മോളെ കാണാൻ വേണ്ടി മാത്രം. ഷാക്കിറയുടെ കുഞ്ഞ്. അങ്ങനെ ഓർക്കെ അവന് മനസ്സിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ. ഷാക്കിറ വീണ്ടും തൻ്റെ ജീവിതത്തിലേക്ക് വന്നിരുന്നെങ്കിലെന്ന തോന്നൽ. രണ്ടാം വിവാഹവും കുഞ്ഞും ഒന്നും വേണ്ടിയിരുന്നില്ല എന്ന പുനർചിന്തകൾ. ഈ 2 ദിവസങ്ങളിൽ എത്ര പ്രാവശ്യം അവൻ്റെ മനസ്സിലൂടെ ഓടിയിട്ടുണ്ട്. അവൻ ആ കുഞ്ഞിൻ്റെ താടിയിൽ കൊഞ്ചിക്കാൻ എന്ന പോലും പിടിച്ചു. എന്നാൽ ആ നിമിഷം തന്നെ മോള കൈ തട്ടി ചേട്ടത്തിയുടെ പിറകിലേക്ക് നിന്നു. അറിയാത്തവർ തൊടുന്നതും സംസാരിക്കുന്നതും ഒന്നും ഇഷ്ടമല്ല അവൾക്ക്. ചേട്ടത്തി ചിരിയോടെ ആബിദിനോട് പറഞ്ഞു. അവൻ്റെ മുഖം വാടി. അവനൊരു വാടിയ ചിരി നൽകി വേഗത്തിൽ ഉള്ളിലേക്ക് കയറിപ്പോയി. വൈകുന്നേരം ജോലി കഴിഞ്ഞുള്ള വരവാണ് അവൻ. ആദ്യത്തെ പോലെ വീട്ടിലേക്ക് വേഗത്തിൽ കയറി ചെല്ലാനുള്ള തിടുക്കമൊന്നും അവനില്ല. വന്നാലും പണിയാണ്. വീട്ടിൽ തങ്ങൾ 3 പേരുടെയും ഡ്രസ്സുകൾ അലക്കണം, ക്ലീൻ ചെയ്യണം. അങ്ങനെ മടുപ്പിക്കുന്ന കുറച്ച് ജോലികൾ. രാത്രി പിന്നെ ചപ്പാത്തി അല്ലാതെ തിന്നുന്നവരാണ്. പക്ഷേ അതിപ്പോൾ ഒറ്റ കഞ്ഞിയും ചമ്മന്തിയുമാക്കി അവൻ്റെ ജോലി കുറച്ചിട്ടുണ്ട്. വരുമ്പോൾ കൊണ്ടുവന്ന ബ്രെഡും എടുത്ത് 3 പേർക്കും ചായയും ഉണ്ടാക്കി കഴിഞ്ഞ് കുറച്ചു നേരം ഇരുന്ന് അവൻ തൻ്റെ ജോലി തുടർന്നു. ഉമ്മയുടെയും ഉപ്പയുടെയും തൻ്റെയും ഡ്രസ്സുകൾ കഴുകി ഉണക്കാൻ വേണ്ടി ടെറസിന് മുകളിൽ എത്തിയതായിരുന്നു ആബിദ്. ഡ്രസ്സുകളെല്ലാം അയലിൽ വിരിച്ചു കഴിഞ്ഞ് നേരെ നോട്ടം പോയത് നിയാസിൻ്റെ വീട്ടിലെ മുറ്റത്ത് നിന്ന് എന്തേ ചെയ്യുകയായിരുന്ന ഷാക്കിറയിലായിരുന്നു. ഉണക്കാനുള്ളത് കയ്യിലും പിടിച്ച് അവളെ തന്നെ നോക്കിയിരുന്നു പോയി അവൻ. ഷാക്കിറയുടെ നോട്ടവും അന്നേരം അവിടേക്കെത്തി. തൻ്റെ കണ്ണിൽ അത്രയും വർഷം അവിടെ നിന്നിട്ടും കാണാത്ത കാഴ്ച ആയതുകൊണ്ട് തന്നെ അവൾ അത് നോക്കിപ്പോയി. വിവാഹം കഴിഞ്ഞ അന്നു മുതൽ അണ്ടർവെയർ വരെ അലക്കേണ്ടി വന്നവളാണ് താൻ. അതും ആബിദിൻ്റെ മാത്രമല്ല, ആ വീട്ടിലെ ഒട്ടുമിക്ക പുരുഷന്മാരുടെയും അലക്കേണ്ടി വന്നിട്ടുണ്ട്. വിവാഹം കഴിഞ്ഞ സഹോദരന്മാരുടെ ഭാര്യമാർ വീട്ടിലേക്ക് വിരുന്നു പോയാൽ അവരുടെ ഭർത്താക്കന്മാർ റൂമിൽ ജോലി കഴിഞ്ഞിട്ട് അലക്കാമെന്ന് പറഞ്ഞ് അയച്ചിടുന്ന ഡ്രസ്സുകൾ പെറുക്കി എടുത്ത് ഷാക്കിറക്ക് നൽകുമായിരുന്നു ഐഷുമ്മ. അതിൽ ഇന്നർവെയറും ഉണ്ടോ എന്ന് പോലും തൻ്റെ മുഖത്തേക്ക് നോക്കാതെ തൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഇയാൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ? ഐഷുമ്മക്ക് തൻ്റെ ആൺമക്കൾ കഴിച്ച സ്ഥലത്ത് അവർ ചമച്ച് തുപ്പുന്ന എച്ചിൽ പോലും എടുത്ത് പ്ലേറ്റിലേക്ക് ഇടുന്നത് ഇഷ്ടമല്ല. അതൊന്നും ആണുങ്ങളുടെ ജോലിയല്ല. ആണുങ്ങൾ എന്ത് ചെയ്താലും ക്ലീനാക്കുന്നതും അവർക്ക് വെച്ച് വിളമ്പി നൽകേണ്ടതും പെണ്ണുങ്ങളുടെ കടമയാണ്. അതിന് പെണ്ണുങ്ങൾക്ക് വയ്യെങ്കിലും ആ വീട്ടിൽ ഒരു ഇളവും കിട്ടാറില്ല. ഇതിപ്പോൾ ആ കുട്ടി ആബിദിൻ്റേതല്ല എന്നറിഞ്ഞ ശേഷമായിരിക്കും ഇത് തുടങ്ങിയിട്ടുണ്ടാവാം. അവൾ കുഞ്ഞിനെയും കൊണ്ട് അവിടെ നിന്ന് പോകുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാകാം. അല്ലാതെ ഒരു കാരണം കൊണ്ടും ആ ഉമ്മയുടെയും മകൻ്റെയും മനസ്സിലുണ്ടാകില്ല. കയ്യിൽ ഉണക്കാനെടുത്ത ഡ്രസ്സ് തന്നിൽ നിന്ന് മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നവനെ കാണെ അവൾ വേഗം അവിടെ നിന്ന് മാറിയിരുന്നു. ഇനി ഒരിക്കലും ജീവിതത്തിൽ ആ മുഖം കാണണമെന്നില്ല. ഷാക്കിറയാണ് റസിയുടെ സ്ഥാനത്തെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നോ? ഇല്ല, ഒരിക്കലും ചെയ്യുമായിരുന്നില്ല. അവൻ ഇപ്പോൾ തന്നെ ഉത്തരം കിട്ടിയിരുന്നു. റസിയെ വിവാഹം കഴിക്കുന്നത് വരെ ഷാക്കിറയുടെ ലോകം തന്നെ താനായിരുന്നു. തനിക്ക് അവളുടെ ഇഷ്ടം തന്നെ ആയിരുന്നില്ലേ? പിന്നെപ്പോഴാണ് അവളെ പോരെന്ന് തോന്നിയത്? എന്തായാലും ആ തോന്നൽ തെറ്റായിരുന്നു എന്ന് അവൻ ചിന്തിച്ചു. 2 ദിവസം കഴിഞ്ഞു കാണും. ഇന്നാണ് അവർക്ക് ഹോസ്പിറ്റലിനടുത്തുള്ള വീട്ടിലേക്ക് താമസം മാറേണ്ടത്. ഉമ്മയും ഉപ്പയും ഒരു പെങ്ങൾ കൊണ്ടുപോകാമെന്ന് മനസ്സില്ല മനസ്സോടെ ഏറ്റിട്ടുണ്ട്. അവരൊക്കെ ജീവിതം അടിച്ച് പൊളിച്ച് ആസ്വദിക്കുമ്പോൾ അവർക്ക് ഐഷുമ്മയുടെ
സ്വഭാവം തീരെ ഇഷ്ടമല്ല. പെൺകുഞ്ഞുങ്ങളൊരു ജീൻസ് ഇട്ടാൽ തുടങ്ങും അതിടാൻ പാടില്ല ഇതിടാൻ പാടില്ല എന്നൊക്കെ പറയൽ. അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾക്ക് വലിയുമ്മ വരുന്നതൊന്നും ഇഷ്ടമല്ല. പേരക്കുട്ടികളായിട്ടുള്ള ആൺകുട്ടികൾ മഗ്‌രിബ് ബാങ്ക് കൊടുത്ത് ഒരു 5 മിനിറ്റ് നേരം വൈകിയാൽ തുടങ്ങും അവരെ ചൊറിച്ചിൽ. ഇനി 2 മാസം എങ്ങനെ ഇതിനെ സഹിക്കും എന്നൊരു ചിന്തയാണ് ഐഷുമ്മയെയും മറ്റും കൊണ്ടുപോയ വീട്ടിലെ പേരക്കുട്ടികൾ ഓർത്തത്. അവർ തങ്ങളുടെ ഉമ്മയെ ഓർത്ത് മാത്രം പല്ല് കടിച്ച് സഹിച്ചു. ഇതുവരെ ചാച്ചുവിനും റസിയക്കും എന്ത് വന്നാലും വേണ്ടില്ല എന്ന് കരുതിയവർ അവരുടെ ഓപ്പറേഷൻ നടത്തപ്പോൾ അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിലാണ്. ആ ദിവസം വന്നെത്തി. ചാച്ചുവിൻ്റെ ഓപ്പറേഷൻ ദിവസം രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു 2 പേരെയും. ആബിദിന് ഇതുവരെ ഒന്നുമില്ലാത്തൊരു ഭയം മനസ്സിനെ പിടിച്ചു മുറുക്കി. കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത്രയും ഭയം ഉണ്ടാവായിരുന്നില്ല. റസിയക്ക് ആരുമില്ല. പിന്നെ തൻ്റെ വീട്ടിൽ നിന്നും ഇതുവരെ ഉണ്ടായിരുന്ന സപ്പോർട്ട് ആ വീട് വിറ്റതോടെ പോയിരുന്നു. ഇത്രയും വലിയൊരു ഓപ്പറേഷൻ സമയത്ത് തുണക്ക് ആരുമില്ലാതെ കാര്യങ്ങൾക്ക് വേണ്ടി തളർച്ചയോടെ ഓടി നടന്നു ആബിദ്. റസിയും കുഞ്ഞും ജീവനോടെ തിരിച്ചു വരില്ലേ? അവൻ ആ ചോദ്യം തന്നെ മനസ്സിനോട് പല ആവർത്തി ചോദിച്ചു. ചാച്ചുവിൻ്റെ ഓപ്പറേഷൻ കുഴപ്പമൊന്നുമില്ലാതെ നടന്നു. റസിയക്കും ചാച്ചുവിനും കുഴപ്പമൊന്നുമില്ലെങ്കിലും 15 ദിവസം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്നും അവർ അടുത്ത വീട്ടിലേക്ക് മാറാൻ കഴിയൂ. ആബിദ് റസിയയും കുഞ്ഞിനെയും ആത്മാർത്ഥമായി തന്നെയാണ് നോക്കിയിരുന്നത്. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നീട് വിവാഹം കഴിച്ചാൽ അത് നിലനിൽക്കില്ല. ചാച്ചു തൻ്റെ കുഞ്ഞല്ല എന്ന് DNA മുഖേന അറിഞ്ഞതിൽ പിന്നെ ഒരു സീനിയർ ഫേമസ് ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് ടെസ്റ്റുകളെല്ലാം ചെയ്ത് റിസൾട്ട് നെഗറ്റീവായിരുന്നു എന്ന് മാത്രം. തനിക്കൊരു ഉപ്പയാകാനുള്ള കഴിവ് 90% ഇല്ല. പിന്നെ ഇപ്പോഴത്തെ നൂതന ചികിത്സ കൊണ്ട് സാധ്യമായേക്കാം. പക്ഷെ അതും തൻ്റേതാകില്ല എന്ന് മാത്രം. ഉമ്മയെയും ഉപ്പയെയും ഒരു പെങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും അവരെക്കുറിച്ചുള്ള പരാതികൾ ആബിദിന് എന്നും 10 പ്രാവശ്യമായിട്ട് എങ്കിലും ഫോൺ വിളിയിലൂടെ അറിയിച്ചുകൊണ്ടിരുന്നു. ഉമ്മ അത് പറഞ്ഞു, ഉമ്മ ഇത് പറഞ്ഞു, അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ആബിദിനെ കൂടി മനസ്സമാധാനം കൊടുത്തിട്ടില്ലവർ. നിങ്ങൾ ഇനിയെന്നാ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്? അതുവരെ ഉമ്മയെ ഇവിടെ നിർത്താനൊന്നും പറ്റില്ല. നീ ഇത്താത്തമാർക്കൊന്ന് വിളിച്ചു നോക്ക്. എന്നിട്ട് കുറച്ച് ദിവസം അവരോട് ആരോടെങ്കിലും കൊണ്ടുപോകാൻ പറയും. അവർ ഈ ദിവസം കൊണ്ട് തന്നെ മടുത്തു എന്നതുപോലെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അവരുടെ പ്രഷർ താങ്ങാൻ കഴിയാതെ ആബിദ് 3 പെങ്ങന്മാരെ മാറി മാറി വിളിച്ചു നോക്കിയെങ്കിലും അവരാരും എടുത്തതുപോലുമില്ല. അവർക്കറിയാമായിരുന്നു ഉമ്മയെ കൊണ്ടുപോകുമോ എന്ന് ചോദിച്ചുള്ള വിളിയാകും അതെന്ന്. ഉപ്പയെ എങ്ങനെയെങ്കിലും സഹിക്കാം എന്ന് കരുതിയാൽ ഐഷുമ്മ പറയുന്നതിനപ്പുറം ഒരു വാക്കില്ല ഉപ്പാക്ക്. അതുകൊണ്ട് തന്നെ ഉപ്പയെയും കൊണ്ടുപോകാനുള്ള താല്പര്യമില്ല. കുളിക്കുക, തിന്നുക, ഉറങ്ങുക, പിന്നെ പേരക്കുട്ടികളുടെയും മരുമകൻ്റെയും കുറ്റങ്ങൾ കണ്ടുപിടിച്ച് ഒരു സിനിമാ കഥ പോലെ ഹാജിയാരെ പറഞ്ഞു കേൾപ്പിക്കുക. താൻ പറയുമ്പോൾ മറ്റുള്ളവർ കേൾക്കുമെന്നൊരു പേടി പോലും ഐഷുമ്മയ്ക്കില്ല. പതിവ് പോലെ വൈകുന്നേരം മകൾ ഉണ്ടാക്കി നൽകിയ ചായയും കുടിച്ച് മരുമകൻ്റെ കുറ്റം പറഞ്ഞ് ഇരിക്കുന്നതിനിടയിലാണ് മകൾ ഒരു മുറ നിറയെ മുരിങ്ങയിലയുമായി വന്നത്. അത് ഐഷുമ്മയുടെ മടിയിലേക്ക് വെച്ച് കൊടുത്തു. അതൊന്ന് നുള്ളിക്കൊടുക്കാൻ. ഇതുവരെയും ജോലികൾ മറ്റുള്ളവരെ കൊണ്ട് എടുപ്പിക്കുക മാത്രം ചെയ്ത് ശീലമുള്ള തന്നോട് മകൾ വന്ന് കൽപ്പിക്കുന്നത് കണ്ടിട്ട് ഒട്ടും ഇഷ്ടമായില്ല അവർക്ക്. നിന്നെയൊക്കെ പ്രസവിച്ചതേ ഞാനാണെങ്കിൽ ഞാനിത് നന്നാക്കൂല. ആ വെള്ളജി അങ്ങോട്ട് വാങ്ങി വെച്ചാളാ. ഐഷുമ്മ മകളുടെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു. ഇതൊക്കെ ഉമ്മാക്ക് ചെയ്തു തരാനുള്ളതല്ലേ ഉള്ളുമ്മ. ഞാനിവിടെ കഷ്ടപ്പെടുന്നത് കാണുന്നില്ലേ? മകൾക്കത് ഇഷ്ടമാകാതെ പറഞ്ഞു പോയി. തൻ്റെ മറ്റുള്ള ജോലികൾ കഴിയുമ്പോഴും ഉമ്മ അത് നേരാക്കി തരികയാണെങ്കിൽ വേഗം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്നു. എന്ത് പറഞ്ഞിട്ടും ഐഷുമ്മ അത് ചെയ്തു കൊടുത്തില്ല. ഹോ, ഓളൊരു കുതിച്ചു വന്നിരിക്കുന്നു. എന്നെക്കൊണ്ട് പണിയെടുപ്പിക്കുക ഒന്നുമില്ലെങ്കിൽ ഓളെ ഞാൻ 10 മാസം ചുവന്ന് പറ്റതല്ലേ. ആരോടൊന്നില്ലാതെ കലി തീരാതെ പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്താ മോനെ, ഞങ്ങൾ 2 ദിവസമായി നിന്നെ ശ്രദ്ധിക്കുന്നു. എപ്പോഴും വല്ലാത്തൊരു ആലോചനയിലാണല്ലോ. ഉമ്മ നിയാസിൻ്റെ അടുത്ത് വന്നതിന് ചോദിച്ചു. അവൻ ആ മടിയിൽ തലവെച്ചു. അപ്പുറത്തെ ഉപ്പയും ഇരിക്കുന്നുണ്ട്. അവരുടെയും ശ്രദ്ധ അവൻ്റെ മുഖത്ത് തന്നെയാണ്. എന്തോ കാര്യമായ കാര്യം തന്നെയാണ് അവൻ്റെ മനസ്സിലെന്നും അവർക്ക് 2 പേർക്കും അറിയാം. ഞങ്ങളെ ഇതുവരെ ചോദിക്കാതെ ഇരുന്നതേ ആ മോളി സമയത്തൊന്നും കേൾക്കണ്ട കരുതിയ. അവൾ 2 ദിവസം ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും അടുത്ത് നിൽക്കാൻ പോയത് നന്നായി. എന്തെങ്കിലും ടെൻഷനുള്ള കാര്യമാണെങ്കിൽ അവൾ അറിയാതെ നമുക്ക് സോൾവ് ചെയ്യാൻ നോക്കാം. ഞങ്ങൾ 2 പേരും ഉണ്ടടാ നിൻ്റെ കൂടെ. അവൻ്റെ മുടിയിലൂടെ തലോടിക്കണ്ട് ഉമ്മ പറഞ്ഞു. അത് പിന്നെ ഉമ്മ, ഞാൻ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ നിന്നും മാറാൻ തീരുമാനിച്ചു. ഇവിടെ തന്നെ പുതിയ ഹോസ്പിറ്റല് ഗുരുവായൂരിൽ വരുന്നുണ്ട്. അങ്ങോട്ട് മാറിയാലോ എന്നാണ്. ഇവിടെ ആബിദും കുടുംബം വന്നതിൽ പിന്നെ ഷാക്കിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട്.
അവൾ നമ്മളോട് അത് പറയുകയോ കാണിക്കുകയോ ചെയ്യുന്നില്ല എന്നാണ്. ഒരിക്കലും കാണാൻ ആഗ്രഹിക്കുകയോ ഇഷ്ടപ്പെടുകയോ ചെയ്യാത്തവരെ ഇടയ്ക്ക് കാണേണ്ടിയും ഇഷ്ടമില്ലെങ്കിൽ പോലും ഇടയ്ക്ക് ഒന്നോ രണ്ടോ വാക്ക് സംസാരിക്കേണ്ടിയും വരികയൊക്കെ ചെയ്യേണ്ടി വരുന്നത് അവൾക്ക് ബുദ്ധിമുട്ടാണ് ഉമ്മ. അത്രയേ ഉള്ളൂ. ഓ എൻ്റെ കുട്ടിയെ ഞങ്ങളാകെ പേടിച്ചു പോയി. നമുക്ക് മാറാന്നേ. അവൾ പ്രസവം ഒന്ന് കഴിഞ്ഞോട്ടെ. ഇതിനിടയിൽ വേറൊരു വീടും പരിസരമൊക്കെ എല്ലാം ബുദ്ധിമുട്ടാവും. തന്നെയല്ല ഇവരൊക്കെ ആ കുട്ടിയുടെ ഓപ്പറേഷന് വേണ്ടി പോയതല്ലേ. അവർ തിരിച്ചു വരുമ്പോഴേക്കും നമ്മളെ ഷാക്കിയുടെ പ്രസവം കഴിയും. ഉമ്മ അവനെ സമാധാനിപ്പിച്ചു. നമുക്കൊക്കെ സന്തോഷത്തോടെയുള്ള ജീവിതമല്ലേ ആഗ്രഹിക്കുന്നത്. നമ്മുടെ മക്കൾക്കൊക്കെ സന്തോഷമായിരിക്കുന്നത് കാണാൻ തന്നെയാണ് ഞങ്ങൾക്ക് 2 പേർക്കും ഇഷ്ടം മോനെ. അതിന് ഇന്ന സ്ഥലത്ത് ജീവിക്കുക ഇന്ന വീട്ടിൽ ജീവിക്കുക എന്ന് ഞങ്ങൾ 2 പേർക്കും ഇല്ല. ഉപ്പയും കൂടി സപ്പോർട്ട് നിന്ന് പറഞ്ഞതോടെ ഇതുവരെ ആലോചനയോടെ നിന്നവനും മനസ്സിലെ പിരിമുറുക്കം അങ്ങ് കുറഞ്ഞു. ഇപ്പോഴല്ലേ വീട് മാറി എന്ന് ചോദിച്ചു പോകുമോ എന്ന് ചെറുതായിട്ട് എങ്കിലും അവൻ സംശയിച്ചിരുന്നു. രാത്രിയിലെ ഭക്ഷണം കഴിക്കാൻ സമയമായപ്പോഴേക്കും വന്നിരുന്നതായിരുന്നു ഐഷുമ്മ. ഈയിടെയായി സമയത്തിന് കഴിക്കാൻ ആരും വന്ന് വിളിക്കാറില്ല. സ്വയം വന്നിരുന്നാൽ ഇഷ്ടത്തോടെ അല്ലെങ്കിലും മുഷിഞ്ഞ മുഖത്തോടെ ആണെങ്കിലും ശബ്ദമുണ്ടാക്കിക്കൊണ്ട് മുന്നിൽ പാത്രം കഴിക്കാനുള്ളതും നിറച്ച് എത്തിയിരിക്കും. പതിവ് പോലെ ശബ്ദത്തോടെ തൻ്റെ മുന്നിലേക്കെത്തിയ പാത്രം കണ്ട് നോക്കിയ ഐഷുമ്മ പക്ഷെ പ്ലേറ്റിൽ 2 ചപ്പാത്തി മാത്രം കണ്ട് തലയുയർത്തി നോക്കി. ഇതേ ഉള്ളൂ ഇവിടെ, വേണമെങ്കിൽ കഴിക്കൂ. നേരത്തിന് 2-3 വിഭവങ്ങളെ നേരത്തെ എന്നെക്കൊണ്ട് പറ്റൂല. വിശപ്പുണ്ടെങ്കിൽ കഴിക്കാം, ഇല്ലെങ്കിൽ കഴിക്കണ്ട. തീർപ്പ് കൽപ്പിച്ചുകൊണ്ട് ചവിട്ടിക്കുലുക്കി അവൾ പോയപ്പോൾ ഐഷുമ്മയുടെ കണ്ണ് നിറഞ്ഞു പോയി. തനിക്ക് ഇഷ്ടം തീരെയില്ലാത്തൊരു സാധനമാണ് ചപ്പാത്തി. ഇനി കഴിക്കാമെന്ന വശത്തിൽ കറിയുമില്ല, ഒന്നുമില്ല. വയർ നിറച്ച് കഴിച്ചവർക്ക് അതിലേക്ക് നോക്കാൻ കഴിഞ്ഞില്ല. 2 ദിവസമായി ഐഷുമ്മ നല്ലതുപോലെ പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് ചപ്പാത്തിക്ക് ഒന്നല്ല ഒന്നിനും കൂടെ കഴിക്കാൻ കറിയോ മറ്റോ കിട്ടുന്നില്ല. കിട്ടുന്നതാകട്ടെ മധുരമിടാത്ത കട്ടൻ കാപ്പിയും. മരുമകൻ ഷുക്കൂറുള്ളത് കൊണ്ട് തന്നെ രാവിലെ അല്ലാത്ത സമയങ്ങളിപ്പോൾ ചാമാരിക്കഞ്ഞിയുമാണ്. അതൊന്നും ഐഷുമ്മയ്ക്ക് പിടിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം കൊണ്ട് ഐഷുമ്മയ്ക്ക് എണീക്കാൻ പോലും കഴിയാതെയായി. എഴുന്നേൽക്കാൻ നിൽക്കുമ്പോൾ വീഴാൻ പോകുന്ന അവസ്ഥ. പിടിച്ച് സമയമെടുത്ത് മെല്ലെ പതുക്കെ എഴുന്നേറ്റ് നടക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ. ഒരാഴ്ച കൂടെ കഴിഞ്ഞതോടെ അതുപോലുമില്ലാതെ കട്ടിലിൽ കിടപ്പായി. 1ഉം 2ഉം എല്ലാം അതിൽ താനെ നിർവഹിക്കേണ്ടി വന്നു. ഹാജിയാർ തനിക്ക് കഴിയും പോലെ വൃത്തിയാക്കിയല്ലാതെ ആര് ചെയ്യാൻ. മകൾ ആ റൂമിൻ്റെ അടുത്തേക്ക് പോലും ചെല്ലാതെയായി. മറ്റൊന്നും കൊണ്ടല്ല, അവരുടെ നാക്കിപ്പോഴും ഒരുങ്ങിയിരിക്കുന്നില്ല. തൻ്റെയും മക്കളെയും ഭർത്താവിനെയും കാര്യമില്ലാതെ കുറ്റം പറയുകയും പ്രാകുകയും ഒക്കെ ചെയ്യും. അത് കേൾക്കുന്നത് മകൾക്ക് ഇഷ്ടമേ അല്ല. ഉമ്മയെ നോക്കിയില്ലെങ്കിൽ അത് കടമയല്ലേ എന്നോർത്ത് മാത്രം സമ്മതിച്ചതായിരുന്നു. എന്നാൽ ഇങ്ങനെ മക്കളോട് പെരുമാറിയാൽ എല്ലാം കേട്ടും സഹിച്ചു നിൽക്കാൻ ആരോരുമില്ലാത്ത മരുമകളൊന്നുമല്ലല്ലോ ഞാൻ. അവരുടെ മകളല്ലേ, അതിനനുസരിച്ചല്ലേ തന്നോട് നിൽക്കേണ്ടത് എന്നൊക്കെയായിരുന്നു അവളുടെ മനസ്സിൽ. ഹോസ്പിറ്റൽ വാസവും കഴിഞ്ഞ് വീട്ടിൽ നിൽക്കലും കഴിഞ്ഞ് ആബിദും റസിയും കുഞ്ഞും വീട്ടിലെത്തി. നിങ്ങൾ ഇവിടെ നിൽക്കി, ഞാൻ ഉമ്മയും ഉപ്പയെയും കൊണ്ടുവരട്ടെ. വീട് തുറന്ന് അകത്ത് കടന്നത് അവൻ പറഞ്ഞത് അങ്ങനെയായിരുന്നു. പറയുക മാത്രമല്ല, വേഗത്തിൽ പോവുകയും ചെയ്തു. കാർ പെങ്ങളുടെ വീടിൻ്റെ മുറ്റത്തേക്ക് കയറ്റുമ്പോൾ തന്നെ അവനൊരു നെഗറ്റീവ് ഫീൽ. ഇത്രയും ദിവസം ഉമ്മയോട് സംസാരിക്കാൻ പറ്റാത്തതിലാണോ എന്നറിയില്ല. എപ്പോൾ വിളിച്ച് ഉമ്മയുടെയും ഉപ്പയുടെയും കയ്യിൽ കൊടുക്കാൻ പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ പെങ്ങൾ അവരോട് സംസാരിക്കാൻ സമ്മതിച്ചില്ല എന്ന് അവന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അവിടെ എത്തിയപ്പോൾ ആ തോന്നൽ കൂടി. ആബിദിനെ കണ്ടതും പെങ്ങൾക്കൊരു പരുങ്ങൽ. ആ ആബിദോ, എങ്ങനെയുണ്ട് ഇപ്പോൾ ചാച്ചുവിന് റസിയൊക്കെ? എന്തെങ്കിലും ചോദിക്കണ്ടേ എന്ന നിലയിൽ അവൻ ചോദിച്ചപ്പോൾ അവൻ കുഴപ്പമില്ലെന്ന് അലസമായി മറുപടി എഴുതി. അല്ല, ഉമ്മ എവിടെ? ഒറ്റ നോട്ടത്തിൽ എവിടെയും കാണാതെ വന്നപ്പോൾ അവൻ ചോദിച്ചു. വയസ്സൊക്കെ ആയില്ലേ ആബി, ഓടിച്ചാടി നടക്കാനൊക്കെ പറ്റുമോ? ഉമ്മ റൂമിൽ കിടക്കുകയാണെന്ന് പറഞ്ഞ് ഒരു റൂം ചൂണ്ടിക്കാണിച്ചു. ആ റൂമിലേക്ക് അവൻ നടക്കുകയല്ലായിരുന്നു, ഓടുകയായിരുന്നു. റൂമിലെത്തിയതും കട്ടിലിൽ ചുരുണ്ടി കിടക്കുന്ന ഒരു എല്ലിൻ രൂപം കണ്ട് അവൻ്റെ കാലുകൾ വിറച്ചു. അടുത്തേക്ക് പോകാൻ കഴിഞ്ഞില്ല. താനിവിടെ ആക്കി പോകുമ്പോൾ ചുറുചുറുക്കോടെ നിന്നിരുന്നതാണ് ഉമ്മ. വീണു തലയിലെ മുറിവിലെ കെട്ടൊക്കെ അയച്ചിരുന്നതായിരുന്നു. വെറുതെ അല്ല പെങ്ങൾ ഉമ്മയോടും ഉപ്പയോടും സംസാരിക്കാൻ സമ്മതിക്കാതിരുന്നത്. ചാച്ചു തൻ്റെ മകനല്ലെന്ന് അറിഞ്ഞതോടെ ആബിദിന് ഉമ്മയോടും ഉപ്പയോടും ഉണ്ടായിരുന്ന സ്നേഹത്തിൽ കൂടുതലാണ്. തനിക്ക് സ്വന്തം എന്ന് പറയാൻ ഉമ്മയും ഉപ്പയും കൂടാതെ പെങ്ങന്മാരും സഹോദരന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. എങ്കിലും അവർക്ക് ആർക്കും തന്നോട് അടുപ്പമില്ല. പൊതുവെ ഉമ്മമാർക്കാണ് ചെറിയ മക്കളോട് കൂടുതൽ കൂടുതൽ കണ്ടിരുന്നത്. എന്നാൽ തൻ്റെ വീട്ടിൽ അങ്ങനെയായിരുന്നില്ല.
ഷാക്കിറെ ഉപദ്രവിച്ചിരുന്നുവെങ്കിലും മറ്റു മക്കളേക്കാൾ സ്നേഹം തന്നോടായിരുന്നു. അവൻ ഉമ്മയെ ആ കട്ടിലിൽ നിന്നും ഭാര്യയെടുത്ത് പുറത്തേക്ക് നടത്തുമ്പോൾ കണ്ടു. ഉമ്മയെപ്പോലെ എല്ലാവരും ഉപ്പയെയും. ഉപ്പ പതിയെ നടക്കുന്നുണ്ട് എന്ന് മാത്രം. ഉമ്മയെയും ഉപ്പയെയും വണ്ടിയിലിരുത്തി പിന്നെ ആ വീട്ടിലേക്ക് കയറുകയോ പെങ്ങളോ കാണുകയോ ചെയ്തില്ല അവൻ. അവളെ ഇനി അടുത്ത് കണ്ടാൽ താൻ കൈവച്ചു പോകും, അത്രയും ദേഷ്യമുണ്ട്. വീട്ടിലെത്തി ആയിഷുമ്മയെ റൂമിൽ കൊണ്ടുപോയി കിടത്തി. വേഗം അടുക്കളയിൽ ചെന്ന് ഫ്രൂട്ട്സ് എടുത്ത് ജ്യൂസ് ഉണ്ടാക്കി. ഉമ്മാക്കും ഉപ്പാക്കും ഉള്ളത് എടുത്ത് ഉപ്പാക്കുള്ളത് കയ്യിൽ കൊടുത്ത് ഉമ്മയെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് ചാരിയിരുത്തി സ്പൂണിൽ കുറച്ച് ആയി കോരി നൽകി. ബാക്കിയുള്ള ജ്യൂസ് കുഞ്ഞിനും റസിയക്കും നൽകി. കുറച്ച് ദിവസം പണിക്കൊന്നും പോകാൻ കഴിയില്ല, എല്ലാവർക്കുള്ളതും ഉണ്ടാക്കി കൊടുക്കണ്ടേ. ഒരാളെ വെക്കാമെന്ന് വെച്ചാൽ കുറച്ച് ദിവസം അവരെ വീണ്ടും നല്ല കെയറിങ് ആവശ്യമാണ്. വീടുകളിലൊക്കെ ജോലിക്ക് വരുന്നവർ പല സ്ഥലങ്ങളിൽ പോകുന്നവരാണ്, അതുകൊണ്ട് അതും പറ്റില്ല. ഇതിനോടകം അവൻ കുറച്ചൊക്കെ ഉണ്ടാക്കാനും മറ്റും പഠിച്ചിട്ടുമുണ്ട്. ഒരു മാസം കൂടി വേഗത്തിലങ്ങ് കടന്നുപോയി. ആബിദിൻ്റെ നോട്ടത്തിൽ ഐഷുമ്മയും റസിയയും ഉപ്പയും നല്ലതുപോലെ ആരോഗ്യം വീണ്ടെടുത്തു. ആര്യാരും ഏകദേശം അതുപോലെ തന്നെ അയാളുടെ ശരീരം ഒന്ന് പുഷ്ടിപ്പെട്ടിട്ടുണ്ട്. വീട്ടിലെ മറ്റ് ജോലികൾക്ക് ഒരാളെ ആക്കിയും ഐഷുമ്മ തനിയെ എഴുന്നേറ്റിരിക്കാൻ തുടങ്ങിയതിൽ പിന്നെ ചെറിയ ചെറിയ അടുക്കള ജോലിയിൽ സഹായിച്ചും പോന്നു. അവർ എത്തിയ പാടെ തന്നെ ആളുകൾ കാണാൻ വരാൻ തുടങ്ങിയിരുന്നു. എങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടാവുമെന്ന് പറഞ്ഞ് ആരെയും കാണാൻ അനുവദിച്ചില്ല അവൻ. അല്ലെങ്കിലും ഒരു ആപത്ത് കാലത്ത് തിരിഞ്ഞു നോക്കാത്തവരാണ് ഇപ്പോൾ സഹതപിക്കാൻ എന്ന വണ്ണം കാണാൻ വരുന്നത്. ഒരു വർഷത്തോളം അസുഖത്തിൻ്റെ കാരണം കൊണ്ട് സ്കൂളിൽ മുടങ്ങിയിരുന്നവനെ ഇനി വേണം അതെല്ലാം ഒന്ന് പഠിച്ചടിച്ച് സഹായിക്കാൻ. ഒരു ട്യൂഷൻ നൽകാമെന്നും ആബിദ് തീരുമാനിച്ചിട്ടുണ്ട്. മകളുടെ വീട്ടിൽ നിന്ന് വന്നതിന് ശേഷം ഐഷുമ്മയുടെ സ്വഭാവത്തിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്തുണ്ടാക്കിയാലും കുറ്റം പറഞ്ഞിരുന്നവർക്ക് ഇപ്പോൾ എല്ലാം നല്ല ടേസ്റ്റാണ്. ആബിദ് സ്വയം ഉണ്ടാക്കുന്നത് കൊണ്ടാണോ അവർ അതെങ്ങനെ പറയുന്നതെന്നറിയില്ല. അതോ താൻ പ്രസവിച്ച മകളായിരുന്നിട്ട് കൂടി ഒരു മരുമക്കളും തന്നോട് ഇതുവരെ ചെയ്തത് കൊണ്ടുവന്ന തിരിച്ചറിവാണോ എന്നും അറിയില്ല. ചാച്ചുവിനോടും റസിയോടുമുള്ള സമീപനവും മാറിയിരിക്കുന്നു. എല്ലാത്തിലും ഒരു മയം വന്നതുപോലെ. ഇനി അംഗവും കൊണ്ടിരിക്കാൻ ഉള്ള ആരോഗ്യമില്ലാഞ്ഞിട്ടോ എന്താണെന്നാവോ. ചാച്ചുവിൻ്റെയും റസിയുടെയും ഇഷ്ടങ്ങൾ ആ വീട്ടിൽ ആധിപത്യം സ്ഥാപിച്ചത് അറിയാത്തതോ കണ്ടില്ലെന്ന് നടിക്കുന്നതോ എന്നറിയില്ല. അങ്ങനെ ഐഷുമ്മയുടെ സ്വഭാവം ഏറെക്കുറെ നന്നായിക്കൊണ്ടിരിക്കുന്നു. ഇൻഷാ അല്ലാ ഈ കഥയുടെ ബാക്കി ഭാഗമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും. എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ.